തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ മറ്റ് 2 പാടലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോക്കൂ, അത് നല്ലത്, ഇത് നല്ലത് എന്നീ ഭേദങ്ങളെല്ലാം മതി മയക്കിയിടാൻ ആവും. അതിനാൽ ഒഴിച്ചു വയ്ക്കൂ മതിമാനാ ശിവനെ കാണാൻ ആശിച്ചിവന്റെ പൂർണ്ണം സുഖരൂപം അതിനെ പ്രാപിച്ചെന്നും ഉള്ളോനാകോ. അപ്പോ സുഖരൂപം നൽകുന്ന, ശാശ്വത ആനന്ദം നൽകുന്ന ആ ശിവഭഗവാനെ, മതിമാനായ ശിവനെ കാണാൻ ആശിച്ച് അവനെ പൂർണ്ണമായി ആശ്രയിക്കുക. സുഖരൂപമായ ശിവനെ ആശ്രയിച്ച് ജീവിക്കുക. ഇതാണ് തിരുമൂലദേവൻ നമുക്ക് നൽകുന്ന ഉപദേശം. നോക്കൂ, അത് നല്ലത്, ഇത് നല്ലത് എന്ന് ഭേദങ്ങളെല്ലാം മതി മയക്കിടാനാവാതെ അതിനാൽ ഒഴിച്ചു വയ്ക്കുക. അതായത് അത് നല്ലത്, ഇത് നല്ലത് എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഭേദങ്ങളെല്ലാം മതിയാക്കി ശിവഭഗവാനെ തന്നെ നേരിട്ട് ഭജിക്കുക. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ നമുക്ക് നൽകുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ, അവിടെയും ഇവിടെയും ചുറ്റി സഞ്ചരിച്ച് കാലം കഴിക്കാതെ ശിവഭഗവാനെ തന്നെ നേരിട്ട് പ്രാപിക്കുക. മറ്റു പല കൈത്തോടുകളിലും പോയി മഹാസമുദ്രത്തിൽ വളരെ ദൂരം യാത്ര ചെയ്ത് മഹാസമുദ്രത്തിൽ എത്തിച്ചേരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇപ്പോൾ തന്നെ മഹാസമുദ്രമായ ശിവനിൽ നേരിട്ട് എത്തിച്ചേരുക. മറ്റു പല കൈത്തോടുകളും ഒരുപാട് വളഞ്ഞ് പുളഞ്ഞ് അവസാനം ശിവസാഗരത്തിൽ എത്തിച്ചേരും. നമുക്ക് നേരിട്ട് ശിവസാഗരത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കാം. അത് നല്ലത്, ഇത് നല്ലത് എന്നൊക്കെ പറഞ്ഞ് പല പല മാർഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് കാലം കഴിക്കാതെ ശിവമാർഗത്തിലേക്ക്, ശിവയോഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കൂ എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. എന്നിട്ടോ മതിമാനാ ശിവനെ കാണാൻ ഇച്ഛിച്ച് അവന്റെ സുഖരൂപത്തിൽ എത്തിച്ചേരുക. അതായത് ശാശ്വത ആനന്ദ സ്വരൂപനായ ശിവനെ നേരിട്ട് പ്രാപിക്കുക. മറ്റു പല മാർഗങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് കാലം കഴിക്കാതെ അവരും എവിടെ തന്നെയാണ് എത്തിച്ചേരുന്നത്? ശിവമാർഗത്തിൽ തന്നെയാണ് അവസാനം എത്തിച്ചേരുന്നത്. ഈ കൈത്തോടുകളിലൂടെ ഒരുപാട് പല പല കൈത്തോടുകളിലൂടെ യാത്ര ചെയ്ത് അവസാനം ശിവസാഗരത്തിൽ തന്നെയാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കുമാരനാശൻ പറഞ്ഞില്ലേ, പല പല മാർഗഭേദങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം സ്മരാരിയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ പല പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് കാലം കഴിക്കാതെ നേരിട്ട് ശിവസാഗരത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ സമയലാഭം കിട്ടും. ഋജുമാർഗമാണ്, ലളിതമാർഗമാണ്. എളുപ്പത്തിൽ ശിവസാക്ഷാത്കാരം കിട്ടുകയും ചെയ്യും. ഒരുപക്ഷെ ഈ ജന്മത്തിൽ തന്നെ, ഒരുപക്ഷെ ഈ ജീവിതകാലത്ത് തന്നെ നമുക്ക് ശിവ സാക്ഷാത്കാരം ലഭിക്കാൻ പറ്റും. മറ്റു പല മാർഗങ്ങളും വളരെ ക്ലിഷ്ടമാണ്. ആ ക്ലിഷ്ടമാർഗത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് കഷ്ടപ്പെടാതെ നേരിട്ട് അക്ലിഷ്ടമാർഗമായ ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നാണ് തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അനേകം മാർഗഭേദങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് തിരുമൂലദേവൻ ഇത് പറയുന്നത്. ഓർക്കുക, 100,000 മാർഗഭേദങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ആ കൈത്തോടുകളിലൂടെയൊക്കെ സഞ്ചരിച്ചാലും അവസാനം എത്തിച്ചേരുന്നത് ശിവസാഗരത്തിലാണ്. അതുകൊണ്ട് നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ശിവസാഗരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും, ശിവമാർഗത്തിലൂടെ തന്നെ. അപ്പോൾ ശിവയോഗത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാന്ന് പറയാം. ഇതാ നമുക്ക് അടുത്ത ഭാഗം. ലക്ഷ്യത്തെ പ്രാപിച്ചിടും മാർഗമൊന്നുണ്ട്, ലോക സൃഷ്ടി സത്യത്തെ കാണാ സങ്കല്പ മതങ്ങളെ
പോറ്റുവോർ ചൊല്ലും ദുഃഖഗണങ്ങളെ പഴിച്ചും മുറ്റത്ത് നടക്കുന്നോ സൽഗതി പ്രാപിച്ചിടും. അപ്പോൾ പറയണം, ലക്ഷ്യത്തെ പ്രാപിക്കാൻ ഈ മാർഗം സ്വീകരിക്കൂ. ഈ മാർഗവും ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. ശിവമാർഗം തന്നെയാണ് ശിവലക്ഷ്യവും. അത് വളരെ ഋജുവായ മാർഗമാണ്. ലക്ഷ്യത്തെ പ്രാപിച്ചിടും മാർഗമൊന്നുണ്ട്, അത് ഈ ശിവമാർഗമാണ്. അങ്ങനെ സൃഷ്ടി സത്യത്തെ കാണാൻ കഴിയും. മറ്റു പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാതെ ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുക. അത് ലക്ഷ്യമാണ്, അത് മാർഗമാണ്. മാർഗം തന്നെ ലക്ഷ്യം, ലക്ഷ്യം തന്നെ മാർഗം. ശിവലക്ഷ്യം, ശിവമാർഗം. ദുഃഖഗണങ്ങളെ പഴിച്ച് മറ്റുള്ളവർ ഒരുപാട് കാലം കഴിച്ച് പല പല കൈത്തൊടുകളിലൂടെ അവസാനം ശിവസാഗരത്തിൽ എത്തിച്ചേരുന്നതിന് പകരം നമുക്ക് നേരിട്ട് സദ്ഗതി പ്രാപിക്കാൻ വേണ്ടി ഈ ശിവസാഗരത്തിലേക്ക് നേരിട്ട് കുതിക്കാമെന്നാണ് തിരുമൂലദേവൻ ഈ പാടലുകളിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്കിനി അടുത്ത ചില ഭാഗങ്ങളിലേക്ക് കൂടി കിടക്കാം. നോക്കൂ, ഉന്നതൻ ശിവൻ തന്നെ ചിന്തിപ്പോർക്കുള്ളിൽ പുക്ക് സന്നിവേശത്തെ ചെയ്ത മനോമയനായി നിൽക്കും എന്നുരച്ചാൽ പഴിക്കും മനുഷ്യൻ മനം കൂമ്പിച്ചെന്നു നീ ശിവനോട് ഒത്തുകൂടിയാൽ വരും ദോഷം എന്ന് ചിലർ പറയുന്നു. ചിലര് പറയുകയാണ് ഈ ശിവമാർഗത്തെ ദുഷിക്കുന്നുണ്ട്. അങ്ങനെ ദുഷിക്കുന്ന ചിലരാണ് പറയുന്നത്. ആരെങ്കിലും ശിവൻ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ അവരെ പഴിക്കും മനുഷ്യർ. അപ്പോൾ ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ചിലർ പഴിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ശിവമാർഗത്തെ എതിർക്കുന്നവർ തിരുമൂലന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുമൂലൻ ദേവന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേർ ശിവമാർഗത്തെ, ശൈവമാർഗത്തെ, ശൈവ സിദ്ധാന്തത്തെ എതിർക്കുന്നവരുണ്ടായിരുന്നു. മനം കൂമ്പിച്ചെന്ന് അവരുടെ മനസ്സ് കൂമ്പി നിൽക്കുകയാണ്, വിടർന്നിട്ടില്ല. അപ്പോൾ വിടരാത്ത മനസ്സുകൾ, കൂമ്പി നിൽക്കുന്ന മനസ്സുകൾ എപ്പോഴും ശിവനെ, ശിവമാർഗത്തെ പഴിച്ച് പോഷ്ക്ക് പറയുന്നവരാണ്. സിദ്ധാന്ത ശൈവം പോറ്റും ആ ബ്രഹ്മത്തിനെ ഒത്തെല്ലാ ജീവന്മാർക്കും ജീവനാം നന്ദിയെയും സത്തമോത്തം സന്മാർക്ക് സുഖമേയും സ്വരൂപത്തെ ഇത്തരാ നാഗനെ പണിഞ്ഞ് നീ ഗതി നേടിടൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഴ്വാക്കുകൾ ശ്രദ്ധിക്കാതെ നീ ശിവമാർഗത്തിലൂടെ ഈ ധരാനായകനെ പണിഞ്ഞ് നീ ഗതി നേടൂ. ഈ ധരാനായകനായ ശിവനെ പ്രാപിച്ച് നീ സദ്ഗതി നേടൂ. സിദ്ധാന്ത ശൈവ മാർഗത്തിലൂടെ, ശൈവ സിദ്ധാന്തത്തിലൂടെ നീ ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരൂ. ജീവനാം നന്ദിയെ, നന്ദി ഭഗവാനിലൂടെ നിനക്ക് മോചനം കിട്ടും. അപ്പോൾ നന്ദി ഭഗവാൻ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. അപ്പോൾ നന്ദിദേവനിലൂടെ, നന്ദി എന്നുള്ള തിരുമൂലദേവന്റെ ഗുരുവിന്റെ പേരും നന്ദിദേവൻ എന്നാണ്, അതുകൂടി ഇവിടെ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ സദ്ഗുരുവിലൂടെ, ആദ്യ ഗുരുവായ ശിവനിലൂടെ നിനക്ക് സദ്ഗതി ലഭിക്കും. അങ്ങനെ നീ എത്തിച്ചേരൂ എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അതായത് ശൈവമാർഗത്തെ പഴിക്കുന്നവരുടെ ആ വാക്കുകൾക്ക് നീ ഒരിക്കലും ചെവി കൊടുക്കരുത്. കാരണം ശിവമാർഗമാണ് സന്മാർഗം. അതുകൊണ്ട് സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച് നീ ശിവസാഗരത്തിൽ ലയിച്ചു ചേരുക. നിനക്ക് ഇപ്പോൾ തന്നെ ശിവോഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഏറ്റവും വലിയ രാജവീഥിയാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ, നാദാന്തം നേരിൽ ചെന്ന് ദേവന്മാരും മുനികളും ശിവന്റെ നെറിയായ ശൈവമാർഗത്തെ അനുഷ്ഠിച്ച് ശിവാത്മാക്കളായി മാറിയവരാണ്. ഇപ്രകാരം മഹത്വമാർന്ന ശിവമാർഗം പിന്തുടർന്നവരിൽ ശിവൻ കനിയാതെ പോയാൽ അവരുടെ അനുഷ്ഠാനങ്ങളിൽ വിഘ്നങ്ങൾ ഏർപ്പെട്ട് അവർ ശിവാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ഇടയാകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ ശിവസാഗരത്തിൽ തന്നെ ലയിച്ചു ചേരുക. എങ്ങനെ നാദാന്ത നെറിയിൽ ചെന്ന് ദേവന്മാരും മുനികളും ശിവന്റെ നെറിയായ ശൈവമാർഗമാണ് പിന്തുടർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ആ മാർഗം സ്വീകരിക്കാം. സത്തന്മാർ,
അതായത് സത്തുക്കളായ ദേവന്മാരും മഹർഷിമാരും മഹായോഗികമാരും ശിവമാർഗമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ രാജമാർഗം തന്നെ, ആ രാജയോഗം തന്നെ നമുക്കും സ്വീകരിക്കാമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അതായത് ഒരുപാട് മഹർഷിമാർ, ഒരുപാട് മഹായോഗികൾ, ഒരുപാട് ദേവന്മാർ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ശിവലോകത്തിൽ എത്തിച്ചെന്ന് ശിവസായുജ്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരിയായ മാർഗമാണെന്നും ഈ മാർഗത്തിലൂടെ തന്നെ ചരിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ശിവസാഗരത്തിൽ ലയിച്ചു ചേരാൻ കഴിയുമെന്നും തിരുമൂലദേവൻ നമുക്ക് ഉറപ്പ് തരുന്നു. ഇനി പറയുന്നുണ്ട്, ആദിഭഗവാൻ ലോകങ്ങളേഴും ഇങ്ങളന്നവൻ ഓതവേ പരാശക്തി ഭേദം വെടിഞ്ഞ് കടലും ജീവകോടികളെല്ലാമായി നിന്നെന്ന പോലെ ആദിദേവനെ അന്തമെന്നും ചമഞ്ഞോനല്ലോ. ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്ത, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കർത്താവായ ആദിഭഗവാനെ, ലോകങ്ങളിൽ 7 നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ തെരുതെരെ വണങ്ങി സ്തുതിച്ചു നിൽക്കുക. അങ്ങനെ പരാശക്തിയുടെ അനുഗ്രഹത്തോടെ നമുക്ക് ശിവനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമുക്ക് ഉറപ്പ് തരുന്നത്. ഇതോടെ 5ാം തന്ത്രം കഴിയാണ്. ഇനി 6ാം തന്ത്രത്തിലേക്ക് നാം പ്രവേശിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശിവഗുരു ദർശനം, ശിവപദപ്രാപ്തി, തപസ്, പിന്നെ ജ്ഞാനോദയം, പിന്നെ ഭസ്മത്തിന്റെ മഹിമയെക്കുറിച്ചും ജ്ഞാനവേഷത്തെക്കുറിച്ചും ശിവവേഷത്തെക്കുറിച്ചും പക്വതയെക്കുറിച്ചിട്ടുമെല്ലാം ഈ 6ാം തന്ത്രത്തിൽ തിരുമൂലദേവൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം തിരുമൂലരുടെ തിരുമന്ത്രത്തിലെ 6ാം തന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ 5 തന്ത്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ശിവനെ ഹൃദയത്തിൽ നാം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷമുള്ള ശിവഗുരു ദർശനവും ശിവപദ പ്രാപ്തിയുമാണ് 6ാം തന്ത്രത്തിൽ നാം അനുഭവിക്കാൻ പോകുന്നത്. ഈ അനുഭൂതിക്ക് വേണ്ടി കാത്തിരിക്കുക. ഓം ശിവായ തിരുമൂലദേവായ നമഃ.